എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 7-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 14-ാം തീയതി വരെയുള്ള, അതായത് ഒരാഴ്ചക്കാലം, അശ്വതി മുതൽ രേവതി വരെയുള്ള നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യമായി അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. വാഹന ഗൃഹ ഗുണങ്ങളൊക്കെ പറയാം. ദൂരദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടതും ആ ചെയ്യുന്നതായ യാത്രകളൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള യോഗങ്ങളും കാണുന്നു. ഗൃഹ അന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളും മാതൃവഴി പൂർവിക സ്വത്തിനെ അനുഭവിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏറെ നാളെ നിലനിന്നിരുന്ന തർക്കങ്ങളും കേസുകളൊക്കെ അനുകൂലമായി വന്നു ചേരുന്നതിനുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം കാണുന്നു. പൊതുവെ മറ്റുള്ളവരോട് വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ സ്വഭാവം നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിദ്വേഷങ്ങൾ പലപ്പോഴും നമുക്ക് തന്നെ ദോഷമായിട്ട് വന്നു ഭവിക്കാം. ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാഴ്ചക്കാലം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തികമുക്കാലും രോഹിണിയും മകരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹ അന്തരീക്ഷത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ പലവിധത്തിലുള്ള ക്ലേശങ്ങൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ മുൻകോപം മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും ഭക്ഷണ നിയന്ത്രണത്തിനുള്ള മാർഗ്ഗങ്ങളെയൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളമായിട്ട് ധനം ചെലവഴിക്കുന്ന ഒരു സ്വഭാവവും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കാണുന്നുണ്ട്. ആഡംബരത്തിന് വേണ്ടിയിട്ടും സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും ധാരാളം പൈസ ചെലവഴിക്കുന്ന സ്വഭാവവിശേഷമുണ്ട്. അതൊന്ന് മാറ്റിവെക്കാനായിട്ട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി കൊണ്ടുപോകാനായിട്ടും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് കഴിയാവുന്നതും വ്യാഴാഴ്ചകളിലോ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും കഴിയാമെങ്കിൽ അങ്ങനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകരത്തിനെയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. സാമ്പത്തിക വർധനവിനും യോഗം കാണിക്കുന്ന ഒരാഴ്ചക്കാലമാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഏറെ മാനസിക സന്തോഷം ലഭിക്കുന്നതിനും മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അത് പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബസ്ഥാനങ്ങളൊക്കെ പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ വിദ്യയ്ക്ക് ഗുണം നൽകുന്ന കാലഘട്ടമാണ് ഈ വരുന്നത്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവന് ഉദ്യോഗത്തിന് വേണ്ടി ലഭിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമായതുകൊണ്ട് തന്നെ തൊഴിൽ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. വിദ്യാവിജയത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലേക്കൊക്കെ ഉദ്യോഗമായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. കഴിയാവുന്നതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ ഇവരുടെ അനുകൂലം കൂടുതൽ ഗുണഫലമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഇവർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുണർത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി തിരക്കുകളോ മറ്റെന്ത് തിരക്കുമായിക്കോട്ടെ, കുടുംബമാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഈ കൂട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക വരവിനെ കാണിക്കുന്നുണ്ടെങ്കിലും ചിലവാധിക്യമായിട്ട് തോന്നുന്നതായ ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അപ്പോൾ നാനാ രീതിയിലുള്ള ധനം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. എങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ചിലവുകൾ നമുക്ക് മാനസിക ക്ലേശത്തിന് ഇട നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ജീവിത പങ്കാളിയെ കൂടി പങ്കാളികളാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഭാര്യയുമായിട്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിഹിതം മാറ്റി വയ്ക്കാനായിട്ടുകൂടി സേവിങ് ആയിട്ട് മാറ്റി വയ്ക്കാനുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സുഹൃത്തുക്കളുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ ജീവിതത്തിന് ഗുണപരമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ പഴയകാല സുഹൃത്തുക്കൾ വഴി മനസ്സിന് സന്തോഷം നൽകുന്ന സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകും. മകം പൂരം ഉത്രത്തിക്കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ നേതൃത്വങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഇവർ ഈ കൂട്ടർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളും ഈ കൂട്ടർക്ക് കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്നുള്ള യോഗങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണുന്നത്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കഴിയാവുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് ചിലവഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനച്ചിലവ് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വന്നു ചേരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ട്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ വൈദ്യസഹായം കൃത്യസമയത്ത് തേടാനായിട്ടും ശ്രദ്ധിച്ചുകൊള്ളുക. ഈ നക്ഷത്രക്കാരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തെ മുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് തന്നെ പറയാം. വസ്ത്രവ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ അംഗീകാരവും നേട്ടവും ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം പറഞ്ഞിരിക്കുന്നത്. വിദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ജോലി സ്ഥലത്തേക്കൊക്കെ പൈസ വിനിയോഗിക്കാനായിട്ട്. ചതിവിലൂടെ ധനം നഷ്ടപ്പെടുന്നതിനുള്ളൊരു യോഗം കാണുന്നത് കൊണ്ട് തന്നെ ജോലികൾക്ക് വേണ്ടിയിട്ട് മുൻകൂർ പൈസ കൊടുക്കുന്നതായിട്ടുള്ള സ്വഭാവം മാറ്റിവെക്കുക. എത്ര വലിയ വിശ്വാസമുള്ളവരാണെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ധനം കൊടുക്കാവുള്ളൂ. ധനനഷ്ടത്തിനൊരു യോഗം ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് കൊണ്ട് തന്നെ ലാഭത്തിനും നഷ്ടത്തിനും ഉള്ളൊരു യോഗം ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. അത് ചതിയിലൂടെ ധനം നഷ്ടപ്പെടുന്നതിനുള്ളൊരു യോഗമാണ് ദോഷമായിട്ട് കൂടുതലും കാണിക്കുന്നത്. പൊതുവെ 11-ൽ വ്യാഴം നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഉത്തമമായിട്ടുള്ള സാഹചര്യത്തെ പറയാം. കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും രമ്യതയിൽ പോകുന്നതിനുള്ള സാഹചര്യവും സംജാതമാകും. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ മനസ്സന്തോഷത്തിനൊക്കെ ഇട നൽകുന്ന സാഹചര്യമാണ്. കർമ്മസ്ഥാനത്ത് പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷം സന്തോഷപൂർണ്ണമാകുന്നതിനും രോഗാദി ക്ലേശങ്ങളൊക്കെ നീങ്ങി ആരോഗ്യം കൈവരിക്കുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകും. വിഷാദക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവവികാസങ്ങളും ശത്രുതയൊക്കെ തൊഴിൽ രംഗത്ത് വർദ്ധിക്കുന്നതിനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം പൂരാടം ഉത്രാടത്തിക്കാലം ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടുള്ള പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഴ്ച പതനത്തിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ഇവർ മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ കള്ളന്മാരെ അപഹരിച്ചുകൊണ്ട് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തിരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും വിദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനും അന്യദേശത്ത് തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകുന്നതാണ്. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ മിശ്രിത ഫലമാണ്. ഇവരും ആരോഗ്യകാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുക.
ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വിദ്യാകാര്യങ്ങളെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. PSC പോലുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കൊക്കെ അനുയോജ്യമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. അതിനു വേണ്ടിയിട്ട് അവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ പ്രാവർത്തിക തലത്തിലേക്ക് വന്നു ചേരാനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നു. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പെട്ടെന്നുള്ളതായ സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റിവെക്കുക. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കുക. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി വ്യാകുലതപ്പെടുന്ന സ്വഭാവം മാറ്റിവെക്കാനും കൂടി ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യയുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സമയമാണ് ഈ ഒരാഴ്ചക്കാലം. പൊതുവെ മുൻ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഗുണപരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇവർക്ക് അനുഭവത്തിൽ വരിക. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടി ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും മുക്കുറ്റി സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഒരാഴ്ചക്കാലം ഗുണപരമായിട്ടേ സന്തോഷപൂർണ്ണമാവട്ടെ എന്ന് മൂകാംബികാ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.